കഴിഞ്ഞ 10 കൊല്ലത്തെ മോദി ഭരണം കൊണ്ട് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും എതിരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരിക എന്നുള്ളതല്ലാതെ ഒട്ടും കുറവുണ്ടായിട്ടില്ല. പാവം പിടിച്ച ആളുകൾ തൊഴിലുറപ്പ് ചെയ്തിട്ടാണ് കുറച്ചൊക്കെ പ്രശ്നം പരിഹരിച്ചത്. അതിന്റെ പേര് മാറ്റി വിബിജി റാംജി ഒക്കെ മാറ്റിയിട്ട് അവസാനം ഇപ്പൊ തൊഴിലുറപ്പും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് റാംജി ഇപ്പൊ എത്തി നിൽക്കുക. അതും കൂടാതെ ഇപ്പോ രാജ്യത്താകമാനം സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പശുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ആളുകളെ എല്ലാം ഇപ്പൊ ബീഫ് തിന്നാൻ വയ്യ. ഇപ്പൊ ബംഗാളിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പശുവിനെ അറക്കാൻ പാടില്ല. ശരി, ഇനി പശുവിനെ അറുത്താൽ പ്രശ്നമാകുമെങ്കിൽ ബംഗാളിലെ മുസ്ലിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചത് പശുവിനെ അറക്കുന്നില്ല, പകരം ആടിനെ അറക്കാം. അപ്പൊ ഒരു പുതിയ കഥയുണ്ടായി, പശുവിന്റെ സഹോദരിയാണ് ആട്, അതുകൊണ്ട് ആടിനെയും കൊല്ലാൻ പാടില്ല. വിചിത്രമായ കഥകളാ, അതിവിചിത്രമായ കഥകളാ. ഇപ്പൊ പോത്താരാണ്? പോത്ത് ചിറ്റപ്പൻ, എരുമയോ ചിറ്റമ്മ, മൊത്തം എല്ലാം ചിറ്റമ്മയും വല്യമ്മയും ബന്ധുക്കളുമാ. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യന് ബീഫും കഴിക്കാൻ പറ്റത്തില്ല, പൊറോട്ടയും കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുക. ഇത് കേട്ടാൽ തോന്നി ഇവിടുത്തെ ദൈവങ്ങളെല്ലാം വെജിറ്റേറിയന്മാരായിരുന്നു. ആണോ? ദൈവങ്ങളെല്ലാം വെജിറ്റേറിയന്മാരാണോ? രാമനും സീതയും കൃഷ്ണനും ഒക്കെ വെജിറ്റേറിയന്മാരായിരുന്നോ? പരിശോധിക്കണ്ടേ? ഒന്നും ആയിരുന്നില്ല. രാമായണം എഴുതിയ കാലഘട്ടത്തിൽ അങ്ങ് അയോധ്യയിൽ വരിനെല്ലിന്റെ കൃഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇന്നത്തെ പോലെ നെൽകൃഷിയോ വിപുലമായ ഗോതമ്പ് കൃഷിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളെ ശ്രീകൃഷ്ണ പരമ്പര കണ്ടിട്ടുണ്ടാവും, ശ്രീകൃഷ്ണ സീരിയൽ. ആ സീരിയലിൽ ചപ്പാത്തി തിന്നുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ കഴിയും. വിപുലമായി ഗോതമ്പ് കൃഷി ചെയ്യാത്തൊരു കാലത്ത് കൃഷ്ണൻ ചപ്പാത്തി തിന്നുന്നൊക്കെ പറഞ്ഞാൽ മണ്ടന്മാരെ പറഞ്ഞ് പറ്റിക്കാവുന്നല്ല, ഒരു ചരിത്രം അറിയാവുന്നവരെ പറഞ്ഞ് പറ്റിക്കാൻ കഴിയും.